ജനാധിപത്യ സംവിധാനത്തിൽ നിരവധി വികസന ഏജൻസികളുണ്ട്. ലോകമാകെ പരിശോധിച്ചാൽ സന്നദ്ധ സംഘടനകൾ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന, ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന, കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന, അങ്ങനെ വിവിധ തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സന്നദ്ധ സംഘടനകളുണ്ട്. അത് ആതുര സേവനത്തിനുണ്ട്, ഡെവലപ്മെൻ്റൽ NGOs ഉണ്ട്. NGO നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, സന്നദ്ധ സംഘടനകൾ. ഡെവലപ്മെൻ്റൽ NGOs ഉണ്ട്, ചാരിറ്റി മാത്രം നടത്തുന്ന NGOs ഉണ്ട്, ഒരു സെക്ടർ മാത്രം നടത്തുന്ന NGOs ഉണ്ട്, ഹെൽത്ത്, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, അങ്ങനത്തെ NGOs ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ പോളിസി ലെവൽ ഡിസ്കഷൻ മാത്രം നടത്തുന്ന, അല്ലെങ്കിൽ അത്ര പഠനങ്ങൾ മാത്രം നടത്തുന്ന NGOs ഉണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. വികസനത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ 2-3 കാര്യങ്ങളുണ്ട് അവർക്ക്. ഒന്ന്, അവർ കുറച്ചുകൂടി സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ കുറച്ചുകൂടി ടൈംലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 10 to 5 സമയം. അതാണ് കൂടുതൽ ഉദ്യോഗസ്ഥരും പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞാൽ വീട്ടിൽ പോകും. കുറച്ച് പേര് ജോലി ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഉണ്ടാവുമല്ലോ. പക്ഷേ NGOയെ സംബന്ധിച്ചിടത്തോളം അവർ റൗണ്ട് ദ ക്ലോക്ക് പണിയെടുക്കുന്നവരാണ്. MSW, പിന്നെ MBA, BBA ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ, സൈക്കോളജി, കൗൺസിലിംഗ്, ഒരുപാട് കോഴ്സുകൾ പഠിച്ചവർ മിക്കവാറും NGOകളിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നവർ കാണും, ഒരുപാട് ആളുകൾ കാണും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് NGOസിൽ വലിയ സമയം, ഇപ്പോൾ തിരുവനന്തപുരം മുതൽ എടുത്താൽ കാസർഗോഡ് വരെ, കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ബാക്കി സ്ഥലത്തേക്ക് എടുത്താൽ വളരെ വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള 100 കണക്കിന് NGOs ഉണ്ട്. മാൻ പവർ ഉണ്ട് അവരേൽ വൈദഗ്ധ്യമുണ്ട്, അവരേൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, മാൻ പവർ ഉണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുകൊണ്ട് അവരെ സർക്കാർ പ്രോജക്റ്റുകളുടെ ഭാഗമാക്കി പ്രവർത്തിപ്പിക്കുന്നില്ല? അതിൻ്റെ അർത്ഥം സർക്കാർ നടത്തേണ്ട എല്ലാ പ്രോജക്റ്റും എടുത്ത് NGOയ്ക്ക് കൊടുക്കണമെന്നല്ല. അങ്ങനത്തെ അർത്ഥമില്ല അതിന്. എന്തെല്ലാം സൗകര്യങ്ങൾ ഉപയോഗിക്കാം, കൊളാബറേറ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. സർക്കാരിൻ്റെ എന്തുമാത്രം ആശയ പരിപാടികളും ശില്പശാലകളൊക്കെ നടക്കുന്നു, സെമിനാറുകളൊക്കെ നടക്കുന്നു. എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നിശ്ചിത ശതമാനം, 10%, 20% അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കൂടെ വിളിക്കുന്നില്ല? ഞാൻ 2-3 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം പരമാവധി NGOസിനെയും ഈ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സംവിധാനങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. കേരളത്തിൽ ഒരു NGO പാർട്ട്ണർഷിപ്പ് തന്നെ ആവശ്യമുണ്ട്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പോലെ, CSR പാർട്ട്ണർഷിപ്പ് പോലെ കേരള ഗവൺമെൻറ് അടിയന്തരമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിലെ NGOകൾക്ക് അവരെ ഒന്ന് ഗ്രേഡ് ചെയ്യണം. ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൂടിയവർ കുറഞ്ഞവരെന്നല്ല. ഡെവലപ്മെൻ്റൽ NGOs, ചാരിറ്റി നടത്തുന്ന NGOs, ഇങ്ങനെ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട് അതിൽ കുറേ NGOസിനെ, അതായത് താല്പര്യമുള്ള NGOസിനെ ഒന്ന് ഗ്രേഡ് ചെയ്ത് അവനെ മിനി, മീഡിയം, മൈക്രോ, മെഗാ എന്നൊക്കെ പറഞ്ഞ് ഗ്രേഡ് ചെയ്ത് പഞ്ചായത്ത് ലെവൽ മുതൽ സംസ്ഥാന തലം വരെ അവരുടെ സേവനം പ്രയോജനപ്പെടുത്തണം. പഞ്ചായത്തിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈ ഒരു NGO ഉള്ള പഞ്ചായത്തിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ ഉള്ളത്. ആ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പരിശീലനങ്ങൾക്ക്, പഠനങ്ങൾക്ക്, കോഴ്സുകൾക്ക്, ശില്പശാലകൾക്ക്, സെമിനാറുകൾക്കൊക്കെ വലിയ തോതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ NGOയ്ക്ക് പൈസ കൊടുക്കണ്ടേ? NGOയുടെ സേവനം ഉപയോഗിച്ച് നമ്മൾ സ്വകാര്യവൽക്കരണം ആയിപ്പോവോ? ഇങ്ങനെയൊക്കെ വളരെ ഇടുങ്ങിയ ചിന്തയിലാണ് മനുഷ്യർ നിൽക്കുന്നത്. ഇനി ഞാൻ ഈ NGOകളെ ഞെരുക്കുന്ന ഒരു വിഷയം ഇപ്പോൾ വന്നിട്ടുണ്ട്. റിലീജിയസ് ആയിട്ട് പ്രവർത്തിക്കുന്ന NGOs ഉണ്ട്, സെക്കുലറായി പ്രവർത്തിക്കുന്ന NGOs ഉണ്ട് രാജ്യത്ത്. അതുപോലെ തന്നെ ചില തീവ്രവാദം നടത്തുന്ന NGOs ഉണ്ട്, അല്ലെങ്കിൽ പൈസ വാങ്ങിക്കൊണ്ടുവന്ന് തീവ്രവാദത്തിനും മതപരിവർത്തനത്തിനും ഉപയോഗിക്കുന്ന NGOs ഉണ്ട്. ഇതിനെ കാറ്റഗറൈസ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് FCRAയിൽ ചെയ്തിരിക്കുന്ന, കഴിഞ്ഞ ദിവസം ഒരു നിയമമൊക്കെ വന്നിരുന്നു, നേരത്തെ വന്നു, ഇപ്പോൾ ഗസറ്റ് പ്രഖ്യാപനമൊക്കെ വന്നു. കേരളത്തിൽ ഇലക്ഷൻ സമയത്ത് FCRA വലിയൊരു വിഷയമായിരുന്നു. ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് വലിയ പരാതി പറഞ്ഞൊരു വിഷയമാണ്. അതിനകത്ത് 2-3 പരിക്കുണ്ട്. ഒന്ന്, FCRA പൈസ വാങ്ങി, FCRAയിലെ കുറച്ച് പൈസയും, ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് 10 ലക്ഷം രൂപ FCRA അല്ലെങ്കിൽ 1 കോടി രൂപ FCRA കിട്ടി. അതിലവർ 10 ലക്ഷം രൂപ എടുത്തൊരു കെട്ടിടം വെച്ചു, ഏതെങ്കിലും ഒരു ബിൽഡിംഗ് വെച്ചു. നഴ്സറിയോ, സ്കൂളോ, കോളേജോ, ആശുപത്രിയോ, അല്ലെങ്കിൽ ഒരു അനുബന്ധ ബിൽഡിങ്ങോ, എന്തെങ്കിലും ഒരു വയോജന നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വീടിക്ക് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് വെച്ചു. 10 ലക്ഷം രൂപ FCRAയിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഒരു 20 ലക്ഷം രൂപ വരെ നാട്ടുകാരിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. ആ സ്ഥലം സംഭാവന കൊടുത്തത് നാട്ടിലെ ഒരു പാവപ്പെട്ട ആൾ, ഒരു സമ്പന്നനായിരിക്കും. പക്ഷേ
അതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും അവരുടെ FCRA പ്രോജക്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ 30 ലക്ഷത്തിൽ 10 ലക്ഷം ഇട്ടിട്ടുള്ളൂ, 20 ലക്ഷം വേറെയാണ്, എന്നാലും ഇതും പിടിക്കും. അതെന്ത് ന്യായമാണ്? അഴിമതി കണ്ടാൽ, കറപ്ഷൻ കണ്ടാൽ, മിസ്അപ്രോപ്രിയേഷൻ കണ്ടാൽ അതിന് പെനാൽറ്റി ഇടുന്നതല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫണ്ട് ഫ്രീസ് ചെയ്യുന്നതല്ല, സംഘടനയെ അങ്ങ് ഫ്രീസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജോയിൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകളിൽ നിന്ന് തിരിച്ചു പിടിക്കും. പിന്നെ ഇനി അപ്പം ചോദിക്കും, ക്രിസ്തീയ സംഘടനകളും മുസ്ലിം സംഘടനകളും മാത്രമാണല്ലോ ബഹളം ഉണ്ടാക്കുന്നത്, ഹിന്ദു സംഘടനകൾ ബഹളം ഉണ്ടാക്കുന്നില്ലല്ലോ. മാതാമൃതായി മഠത്തിനും സത്യസായി ബാബയുടെ ഓർഗനൈസേഷനും അതുപോലെ തന്നെ സായി ഗ്രാമിനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ ഇഷ ഫൗണ്ടേഷനും, കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷനും, അങ്ങനെ പിന്നെ നമ്മുടെ പതഞ്ജലിയുടെ ഫൗണ്ടേഷനും ഒക്കെ, മറ്റേ പിന്നെ യോഗ ആചാര്യനും ഒക്കെ ഉള്ള NGOs ഉണ്ട്, വലിയ NGOs ഉണ്ട്. അവരെ പിടിക്കില്ല, അവർക്കും ബുദ്ധിമുട്ട് വരും. അവർ പക്ഷേ പരാതി പറയുന്നില്ല. ഇതിനകത്തൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് നിയമത്തിൽ. എന്താണെന്നറിയാവോ? ഒരു പരാതി കിട്ടുകയോ അല്ലെങ്കിൽ സുവോ മോട്ടയോ പോയി പരിശോധിക്കുമ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ പവർ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ പവർ ഉള്ളതുകൊണ്ട്, വിവേചനാധികാരമുള്ളത് കൊണ്ട് താല്പര്യമില്ലാത്ത NGOസിനെ, അത് മതപരമാകട്ടെ വ്യക്തിപരമാകട്ടെ ഏത് ലൈനിലും താല്പര്യമില്ല NGOസിനെ കൊടുക്കാനും താല്പര്യമുള്ളവരെ രക്ഷിക്കാനും കഴിയുന്ന ഒരു ലൂപ്പ് ഹോളും അതിനകത്ത് കിടപ്പുണ്ട്. അല്ലാതെ എല്ലാവരെയും പോയി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വർഷത്തിലൊരിക്കൽ പോയി പരിശോധിച്ച്, അല്ലെങ്കിൽ 2 വർഷം 3 വർഷത്തിലൊരിക്കൽ പരിശോധിച്ച്, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ നമുക്ക് മനസ്സിലാവും, കുറച്ചുകൂടി ഒരു സുതാര്യത മനസ്സിലാവും. ഇതങ്ങനല്ല. ഇത് പരിശോധന സംവിധാനത്തിൻ്റെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഇതെന്താ പറയുന്നത്? ഇത് വിവേചനാധികാരമുണ്ട്. മാത്രമല്ല അതെടുത്ത് ഇനി ഒരു തമാശയുണ്ട്. ഒരു സ്ഥാപനം കുഴപ്പമാണെന്ന് കണ്ടുപിടിച്ചാൽ ആ സ്ഥാപനം എടുത്ത് കുഴപ്പമല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ലിക്വിഡേറ്റ് ചെയ്യാം. ഗവൺമെൻറ്റിലേക്ക് എടുക്കാം, കുഴപ്പമല്ലാത്ത സ്ഥാപനത്തിന് കൊടുക്കാം. ഇതൊക്കെ എന്ത് നിയമം, എന്ത് ജനാധിപത്യം, എന്ത് ഭരണഘടന? ഈ രാജ്യത്ത് ഭരണഘടനാപരമായി ജനങ്ങൾക്ക് സംഘടിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത്, വളരെ കൃത്യമായി സെക്കുലറിസം ഉള്ള രാജ്യത്ത്, സെക്കുലറിസം പറയുന്ന രാജ്യത്ത്, ഡെമോക്രസി പറയുന്ന രാജ്യത്ത് ഇതെന്ത് സംവിധാനം? വിദേശത്തു നിന്ന് പരമാവധി പണം കൊണ്ടുവരാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? കൊണ്ടുവരുന്ന പണം മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു, അത് വേറെ നിയമം ഉണ്ടാക്കി അത് പിടിക്കണം. കറപ്ഷൻ ആവുന്നുണ്ടോ, അതിന് മറ്റു നിയമം ഉണ്ടാക്കി പിടിക്കണം. ഇത് രണ്ട് പിടിക്കുന്നതിന് പകരം NGOസിൻ്റെ വേറെ ഒരുപാട് കാര്യങ്ങളാണ്. കേരളത്തിലാണോ പ്രവർത്തിക്കുന്നത്, തിരുവനന്തപുരത്താണോ, ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ NGO രജിസ്റ്റർ ചെയ്യുന്നത്. അവരുടെ ഏരിയ ഏതാണെന്ന് പറഞ്ഞാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാലും പിന്നും പറയണം രാജ്യമാകുമോ എന്നൊക്കെ പറയണം. അതിനപ്പുറം പോയി പ്രവർത്തിക്കാൻ പാടില്ല. ഇതൊക്കെ എന്തിനായും? ഇപ്പം ജില്ലയിൽ നമ്മൾ എഴുതി വെച്ചു, മറ്റൊരു ജില്ലയിൽ ഒരു വർക്ക് കിട്ടി, അത് ചെയ്യാൻ പാടില്ലേ? ഇതൊക്കെ എന്ത് സാങ്കേതികത്വമാണ് ആ നിയമത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന FCRA എന്ന് പറഞ്ഞ് NGOസിനെ പിടിക്കാൻ വെച്ചിരിക്കുന്ന നിയമത്തിൽ അടിമുടി തർക്കവും വഴക്കും ദുരൂഹതയുമുണ്ട്. അത് കൃത്യമായി പൊളിച്ചെഴുതണം എന്നുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട്. 2, കേരള സർക്കാരിനോട് പറയാനുള്ളത്, കേരളത്തിൽ മനോഹരമായി പ്രവർത്തിക്കുന്ന ഡെവലപ്മെൻ്റൽ NGOസിനെയും ചാരിറ്റി ഓർഗനൈസേഷൻസും ധാരാളമുണ്ട്. അവർക്കൊരു ചാൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു സംവിധാനം, ഒരു മിഷനോ ഒരു കൗൺസിലോ എന്തെങ്കിലും തുടങ്ങി, അത് പ്ലാനിംഗ് ബോർഡുമായിട്ടൊക്കെ ആലോചിക്കാവുന്നതാണ്. കൗൺസിൽ തുടങ്ങി അവരെ ഗ്രേഡ് ചെയ്ത് അവരെ ഈ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിൽ അവർക്ക് കൃത്യമായി അവരെ പങ്കെടുപ്പിക്കാൻ കഴിയണം. അങ്ങനെ പങ്കെടുപ്പിക്കുമ്പോൾ ഒരുപാട് സംഘടനകൾ വളരെ നിസ്വാർത്ഥമായി കേരളത്തിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. പിന്നെ അവർ സാമ്പത്തികമായ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ, അതായത് അവർക്ക് ശമ്പളമൊന്നും ആരും കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാമ്പത്തികമായി കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിലങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അഴിമതിയാണെന്നൊന്നും പറയുന്നില്ലാത്തൊന്നും ഒരു കാര്യമില്ല. അവരുടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ NGOസിൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു വ്യവസ്ഥ കേരളത്തിൽ വരട്ടെ. FCRAയിലുള്ള കുഴപ്പങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഒരു വള്ളം കുഴപ്പങ്ങളുണ്ട് അതിനകത്ത്, ആ കുഴപ്പങ്ങൾ തീർത്ത് നല്ല സംഘടനകൾക്ക് കറക്റ്റായിട്ട് ഫണ്ട് കൊണ്ടുവരാനും, ഏതെങ്കിലും സംഘടന മാൽ പ്രാക്ടീസോ മിസ്അപ്രോപ്രിയേഷനോ കറപ്ഷനോ നടത്തിയാൽ അതിന് ചെറിയ പെനാലിറ്റികളൊക്കെ കൊടുത്ത് അവരെ കറക്റ്റ് ചെയ്തെടുത്തുകൊണ്ട് അവരെയും കൂടി ഈ ഡെമോക്രസിയുടെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടത്.